തൃപ്പൂണിത്തുറയിലെ MLA കെ ബാബുവിന് ഇന്ന് നിർണായക ദിവസമാണ്. ഈ മണ്ഡലത്തിലെ കെ ബാബുവിൻ്റെ വിജയം ചോദ്യം ചെയ്ത LDF സ്ഥാനാർത്ഥി M സ്വരാജ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയുടെ വിധി ഇന്ന് വരും. മതചിഹ്നം ഉപയോഗിച്ച് കെ ബാബു വോട്ട് പിടിച്ചുവെന്നാണ് M സ്വരാജിൻ്റെ പരാതി. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീകാന്ത്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. ഇന്നത്തെ ദിവസം ഈ തെരഞ്ഞെടുപ്പൊക്കെയാണ്, തെരഞ്ഞെടുപ്പുമായി ഒക്കെ ബന്ധപ്പെട്ട് വരുന്ന ഒരു വാർത്തയാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ എറണാകുളത്തെ തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ കെ ബാബു MLA ആയി തുടരുമോ അതോ M സ്വരാജ് MLA ആയി അദ്ദേഹം തിരികെ വരുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഇന്ന് ഉത്തരം കണ്ടെത്തുന്ന ദിവസമാണ്. കാരണം കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്ത് M സ്വരാജ് സമർപ്പിച്ച ഹർജിയിന്മേൽ ഇന്ന് ജസ്റ്റിസ് PG അജിത് കുമാർ ഹൈക്കോടതിയിൽ 2 മണിക്ക് വിധി പറയും. അതൊരു പ്രധാനപ്പെട്ട സംഭവം തന്നെയാകും. തിരിച്ചടി ഏൽക്കുകയാണെങ്കിൽ കെ ബാബുവിന് MLA സ്ഥാനം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകും. അത് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ ചർച്ചയായി മാറുകയും ചെയ്യും. അതായത് ഈ ഹർജിയിൽ M സ്വരാജ് ആരോപിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ശബരിമല അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ച് തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് പിടിച്ചു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമായി പറയുന്നത്. വീടുകളിൽ വിതരണം ചെയ്ത സ്ലിപ്പിൽ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയ്ക്കൊപ്പം അയ്യപ്പന്റെ ഫോട്ടോയും വെച്ചു വോട്ട് പിടിച്ചു എന്നൊരു ആക്ഷേപം കൂടിയുണ്ട്. കെ ബാബു തോറ്റാൽ അയ്യപ്പൻ തോൽക്കുന്നതിന് തുല്യമാണ് എന്ന് കെ ബാബുവിന്റെ സ്ക്വാഡ് വർക്ക് ചെയ്തവർ വീടാന്തരം കയറിയിറങ്ങി പറഞ്ഞു എന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ അയ്യപ്പൻ ഒരു വോട്ട് എന്ന തരത്തിൽ ചുവരെഴുതി എന്ന ആക്ഷേപവും M സ്വരാജ് മുന്നോട്ട് വെച്ചു. നേരത്തെ കെ ബാബു ഈ വാദമൊക്കെ തന്നെ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പോയെങ്കിലും അനുകൂലമായ വിധി ഉണ്ടായില്ല. നേരെ മറിച്ച് ഹൈക്കോടതിയോട് വാദം വേഗം പൂർത്തിയാക്കി വിധി പറയാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. ഇന്നാണ് ആ വിധി. എന്തായാലും ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. കെ ബാബു തുടരുമോ അതോ പുറത്തേക്കുള്ള വഴി തെളിയുമോ? കാത്തിരിക്കാം 2 മണി വരെ. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്.